ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും പരിമിതപ്പെടുത്തുക. വളരെയധികം ഭൂസ്വത്തുള്ള ധനാഢ്യനായ ഒരാൾ വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ തൻ്റെ ഭൂസ്വത്തുക്കളെല്ലാം വീതം വെച്ച് കൊടുക്കുവാൻ ആഗ്രഹിച്ചു. ഉള്ളതിൽ നേർപകുതി തൻ്റെ മക്കൾക്ക് വീതം വെച്ച് കൊടുത്തു. ബാക്കി പകുതി ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം അറിഞ്ഞ് അനേകം പാവപ്പെട്ട ജനങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. ചിലർക്ക് കുടിലുകൾ കെട്ടാൻ മാത്രമുള്ള ഭൂമി മതിയായിരുന്നു. മറ്റു ചിലർക്ക് എന്തെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടത്ര ഭൂമിയായിരുന്നു ആവശ്യം. എല്ലാവരുടെ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെട്ടു. ഈ വാർത്തകളൊക്കെ കേട്ട് അയൽ ഗ്രാമത്തിൽ നിന്ന് നിർധനനായ ഒരാൾ വന്നു ചേർന്നു. അയാൾ തൻ്റെ നിർധനാവസ്ഥയൊക്കെ ധനാഢ്യനോട് വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്തുമാത്രം ഭൂമിയാണ് വേണ്ടത്? ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ആ നിർധനന് കഴിഞ്ഞില്ല. അയാളുടെ വിഷമം കണ്ട അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നേരം മധ്യാഹ്നം കഴിഞ്ഞു. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിങ്ങൾ എത്ര ദൂരം ഓടിത്തീർക്കുന്നുവോ അത്രയും വിസ്താരത്തിലുള്ള ഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് കേട്ട പാടെ അല്പം പോലും സമയം കളയാതെ അയാൾ ഓടാൻ തുടങ്ങി. താൻ ഓടിത്തീർക്കുന്ന അത്രയും ഭൂമി തനിക്ക് സ്വന്തമാകുമല്ലോ എന്നതായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. ഓടി ഓടി അയാൾ തളർന്നു പോയെങ്കിലും ലഭിക്കാൻ പോകുന്ന ഭൂസ്വത്തിനെക്കുറിച്ച് ഓർത്തപ്പോൾ തൻ്റെ അവശതകളൊന്നും വകവയ്ക്കാതെ അയാൾ ഓടിക്കൊണ്ടേയിരുന്നു. എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ അയാൾ ഒരിടത്ത് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അയാളെ അവിടെ തന്നെ 6 അടി മണ്ണിൽ സംസ്കരിച്ചു. സ്വത്തും പണവും പദവികളുമൊക്കെ സമ്പാദിക്കാനുള്ള ഓട്ടത്തിനിടയിൽ തങ്ങളുടെ ആരോഗ്യവും കുടുംബ ബന്ധങ്ങളുമൊക്കെ തകരാറിലാവുന്നതറിയാതെ ഓടുന്നവരാണ് നമ്മിൽ പലരും. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനായി നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ പരിമിതപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരിക്കും ഉത്തമം.